ഊട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സ്വപ്നമാണല്ലേ ഊട്ടി ടോയ് ട്രെയിൻ യാത്ര. ഒരുപാട് നാളായിട്ടുള്ള എൻ്റെ വലിയൊരു ആഗ്രഹമാണ് കേട്ടോ ടോയ് ട്രെയിനിൽ യാത്ര ചെയ്യണമെന്ന്. എങ്ങനെയെങ്കിലും ഒന്ന് യാത്ര ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് വല്ലാതെ. പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ല. ഒന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അതിൽ പോകാൻ പറ്റിയൊരു മാർഗം എന്ന് പറയുന്നത് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടാണ്. ഓൺലൈൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ചിലപ്പോൾ നമുക്ക് അതിന് ടിക്കറ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. അല്ല, ടിക്കറ്റ് കിട്ടുന്ന സമയത്താണെങ്കിൽ നമുക്ക് പോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പിന്നെ നേരിട്ട് പോയി ടിക്കറ്റ് എടുക്കാന്ന് പറയുന്നത് ജനറൽ ടിക്കറ്റ് ആകെ 30 സീറ്റാണ് ജനറൽ ടിക്കറ്റ് കൊടുക്കുന്നത്. അതാണെങ്കിൽ നമ്മൾ മേട്ടുപ്പാളയം സ്റ്റേഷനിൽ നമ്മൾ 1 മണിക്ക് രാത്രി 12 മണി 1 മണി 2 മണി ആ സമയത്തൊക്കെ നമ്മൾ ക്യൂ നിന്നിട്ട് ഉറങ്ങാതെ ക്യൂ നിന്ന് 6 മണി 4 മണിക്കോ 5 മണിക്കോ അങ്ങാണ്ട് ടിക്കറ്റ് കൊടുത്തു വിടും. ടിക്കറ്റ് അല്ല, ടോക്കൺ കൊടുക്കും. ഈ ടോക്കൺ കിട്ടി കഴിഞ്ഞിട്ട് വേണം 6 മണിക്ക് ശേഷം അത് ടിക്കറ്റ് ടോക്കൺ കൈമാറി ടിക്കറ്റ് എടുത്ത് അങ്ങനെയൊക്കെ വേണം നമ്മൾ ടോയ് ട്രെയിൻ കയറാൻ. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര റിസ്ക് ഉള്ള ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ എനിക്ക് പല കാരണങ്ങൾ കൊണ്ടും ഈ ട്രെയിൻ യാത്ര നടത്താൻ പറ്റിയിട്ടില്ല. അപ്പം അതിൽ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എന്നാൽ നമുക്ക് സ്റ്റേഷനും ട്രെയിനും ഒക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ എന്ന് പറഞ്ഞിട്ട് ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ കാണാൻ വന്നതാണ്. പക്ഷെ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ കാണുമ്പം റെയിൽവേ സ്റ്റേഷനോടൊപ്പം ട്രെയിനും കൂടെ കാണുമ്പോൾ ഊട്ടി ടോയ് ട്രെയിനും കൂടെ കാണുമ്പോഴാണ് കേട്ടോ നമുക്ക് ആ കാഴ്ച മനോഹരമാവുന്നത്. അപ്പം ട്രെയിൻ വരുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ 7 മണിക്ക് മേട്ടുപ്പാളയത്ത് നിന്ന് എടുക്കുന്ന ട്രെയിന് ഏകദേശം 3.5 മണിക്കൂർ 4 മണിക്കൂറിന്റെ അടുത്ത് റണ്ണിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 11 മണി 11:15 ഉള്ളിലായിട്ട് ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തും. അപ്പൊ ആ സമയത്ത് നോക്കിയിട്ട് നമ്മൾ സ്റ്റേഷനിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിൻ കാണാൻ പറ്റും. ട്രെയിൻ കാണാൻ പറ്റുമെന്ന് മാത്രമല്ല, ട്രെയിന് ഒരു 15 മിനിറ്റ് തൊട്ടിട്ട് 20 മിനിറ്റോളം ഗ്യാപ്പിൽ അവിടെ നിർത്തിയിടും. അപ്പൊ ആ സമയത്ത് നമുക്ക് കുറെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ആ ട്രെയിനിൽ കയറാനും ഇരിക്കാനും ഒക്കെ പറ്റും. ഒരുപാട് പേരുണ്ട് കേട്ടോ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും. അതൊന്ന് ഒരു നോക്ക് ടോയ് ട്രെയിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഒരു 20 മിനിറ്റോളം കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ഫോട്ടോസ് എടുക്കാനും അതിനുള്ളിൽ കയറി ഒന്ന് ഇരിക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ പറ്റി. അപ്പൊ അതിന്റെ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ കേട്ടോ. എങ്ങനെയെങ്കിലും എനിക്ക് ആ ടോയ് ട്രെയിനിൽ ഒന്ന് കയറാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. പിന്നെ ആകെ ഒരു സങ്കടം എന്താന്ന് വെച്ചാല്, സങ്കടം എന്ന് പറയാൻ പറ്റില്ല, സ്റ്റീം എഞ്ചിൻ കാണണമെങ്കിൽ നമുക്ക് കൂണൂര് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ മേട്ടുപ്പാളയം പോകണം. മേട്ടുപ്പാളയം സ്റ്റേഷനിൽ നിന്നും കൂണൂര് വരെ മാത്രമാണ് സ്റ്റീം എഞ്ചിൻ ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ ഡീസൽ എഞ്ചിൻ, കൂണൂരിൽ നിന്ന് ഇങ്ങോട്ട് ഉദകമണ്ഡലത്തിലേക്ക് ഡീസൽ എഞ്ചിൻ ആണ് ഉണ്ടാവുക. അപ്പൊ അത് കൂണൂര് വെച്ചിട്ട് അവര് എഞ്ചിൻ മാറ്റിയിട്ട് ഡീസൽ എഞ്ചിൻ ആക്കിയിട്ടാണ് ഇങ്ങോട്ട് എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റീം എഞ്ചിൻ കാണാൻ പറ്റില്ല. ഊട്ടി ടോയ് ട്രെയിനിന് കൂടുതൽ ഭംഗി കൊടുക്കുന്നത് ആ സ്റ്റീം എഞ്ചിൻ കൂടെയാണ് കേട്ടോ. അപ്പൊ സ്റ്റീം എഞ്ചിൻ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ മേട്ടുപ്പാളയം സ്റ്റേഷനിൽ പോകണം, അല്ലെങ്കിൽ കൂണൂർ ഇതിനിടയിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ പോകണം. അപ്പം കൂനൂർ പോയാൽ നമുക്കത് എഞ്ചിൻ മാറ്റിയിടുന്നതും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കാഴ്ച മാത്രം നമുക്ക് കാണാൻ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ആ ഒരു കാഴ്ച മാത്രം കാണാൻ പറ്റില്ല. പിന്നെ ടിക്കറ്റ് കിട്ടാത്തവർ ചെയ്യുന്നതാണ്, മേട്ടുപ്പാളയം ടു ഊട്ടിയിലേക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷെ ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയത്തിലേക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ടിക്കറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അതാണ് പറയുന്നത്, മേട്ടുപ്പാളയത്ത് നിന്നും ഊട്ടിയിലേക്കുള്ള കാഴ്ചയാണ് കൂടുതൽ മനോഹരം. കാരണം കുറച്ച് കയറ്റം കയറിയാണല്ലോ വരുന്നത്. അപ്പൊ എന്തായാലും വേണ്ടില്ല, എനിക്ക് എന്തായാലും ആ ഒരു ട്രെയിൻ യാത്ര നടത്താൻ വലിയൊരു ആഗ്രഹം മനസ്സിൽ ബാക്കി കിടക്കുന്നുണ്ട്. അപ്പം വൈകാതെ തന്നെ നമുക്കൊരു ഊട്ടി ടോയ് ട്രെയിൻ യാത്ര കിട്ടുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.